ഈ തിങ്കളാഴ്ചത്തെ ദീപിക പത്രത്തിലെ ഫ്രണ്ട് പേജിലെ വാർത്തയാണ്. കറുത്ത തിങ്കൾ തകർന്നടിഞ്ഞ് ആഗോള ഓഹരി വിപണി. സാറ് തിങ്കളാഴ്ച ഞാൻ പേപ്പറെടുത്ത് നോക്കി കഴിയുമ്പോൾ തന്നെ ഈ കറുത്ത പ്രതലത്തിൽ വെള്ള അക്ഷരം, സാധാരണ അതങ്ങനെ എഴുതുന്നത് വലിയ ഡിസാസ്റ്റർ അല്ലെങ്കിൽ വല്ല പ്രകൃതി ദുരം പെടുമ്പോഴോ അല്ലെങ്കിൽ വല്ല യുദ്ധം, ആളുകൾ കാഷ്വാലിറ്റി സംഭവിക്കുമ്പോഴും മരണങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെയാണ് ഇതുപോലെ കറുത്ത പ്രതലത്തിൽ വെള്ള അക്ഷരത്തിൽ ഭയങ്കര ഹെഡിങ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇത് സംഗതി നോക്കി കഴിയുമ്പോൾ ആഗോള വിപണി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അയാൾ താരിഫ് കൂട്ടി, എല്ലാ രാജ്യങ്ങൾക്കുമുള്ള താരിഫ് കുത്തനെ കൂട്ടി. അപ്പോൾ അതിൻ്റെ എഫക്റ്റാണ് ഓഹരി വിപണിയിൽ വന്നിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണി 14 ലക്ഷം കോടി രൂപ ഇന്ത്യൻ നിക്ഷേപകർക്ക് നഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഓഹരി വിപണി എന്ന് പറഞ്ഞാൽ അതിന് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ശരിക്കും സ്പെക്കുലേഷനാണ്, ഊഹക്കച്ചവടമാണ്. അല്ല, അതിൻ്റെ അകത്ത് പ്രൊഡക്ഷൻ ഇല്ല, ഉൽപ്പാദനമില്ല. രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഊഹം വെച്ചുകൊണ്ട് മാർക്കറ്റ് കൂടുക കുറയുക. 14 ലക്ഷം കോടി, അതെ 14 ലക്ഷം കോടി രൂപ നഷ്ടം വന്നതാണ് പറഞ്ഞത്. ഈ 14 ലക്ഷം കോടി എന്ന് പറയുന്നത് കണക്കിൽ മാത്രമാണ്, ആളുകൾക്ക് അത് നഷ്ടപ്പെടുകയാണ്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയാണ്. ഉദാഹരണത്തിന് ഒരു തിങ്കളാഴ്ച ഒരു 100 രൂപയുടെ ഒരു ഷെയർ 100 ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ആ വെള്ളിയും കഴിഞ്ഞ് അതിൻ്റെ പിന്നത്തെ വെള്ളിയാഴ്ച, അതായത് 14 ദിവസം സമയമുണ്ട്. ആ 14 ദിവസത്തിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ 100 രൂപയ്ക്ക് മേടിച്ച സാധനം 100 105 രൂപ ആയി കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാം. അപ്പം 100 ഷെയർ 5 രൂപ വെച്ച് 500 രൂപ ലാഭം കിട്ടും. അതാണ് സംഗതി. അല്ലാതെ ആരും പൈസ മുടക്കി ആരും ഷെയർ വാങ്ങിക്കുന്നില്ല. ഇത് ശരിക്കും ഒരു ഗാംബ്ലിംഗ് ആണ് മനുഷ്യരെ പറ്റി. അതായത് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു കുറുക്ക് വഴി എന്ന് മാത്രമേ ഉള്ളൂ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പം തിങ്കളാഴ്ച ഭയങ്കര ഹെഡിങ്ങിൽ കൊടുത്തു. അപ്പം ആളുകൾ അതിനെപ്പറ്റി ഉള്ള വിശകലനങ്ങളിൽ ഇയാൾ ട്രംപ്, ഇയാൾ ലോകം മുഴുവൻ നശിപ്പിക്കാൻ വന്നിരിക്കുന്ന ആളാണ്. ചില തീവ്ര ക്രിസ്ത്യൻ ചിന്താഗതിക്കാരുണ്ട്. അവർ ഈ ബൈബിളിൻ്റെ ഒക്കെ ഇത് വെച്ചിട്ട് കോട്ട് ചെയ്തിട്ട് അവർ പറയും, ഇയാൾ അന്തിക്രിസ്തുവാണ്, ലോകം മുഴുവൻ നശിപ്പിക്കാൻ ഇറങ്ങിയ ആളാണ്. 8-ാം തീയതിയിൽ ഇയാൾ ഡിക്ലെയർ ചെയ്തപ്പം സ്റ്റോക്ക് മാർക്കറ്റ് കുറഞ്ഞു. പിറ്റേ ദിവസം അത് വീണ്ടും റിക്കവർ ചെയ്തു. ഇത് അതായത് ഒരു പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് കൂടുതൽ ആൾ വരുമ്പോൾ ആ സാധനത്തിന് വില കുറയും, വാങ്ങിക്കാൻ ആൾ കൂടുതൽ വരുമ്പോൾ ആ സാധനത്തിന് വില കൂടും. അത്രേ ഉള്ളൂ അതിൻ്റെ ബേസിക് തത്വം ഇതുള്ളൂ. തിങ്കളാഴ്ച സ്റ്റോക്ക് മാർക്കറ്റ് കുറഞ്ഞു, ചൊവ്വാഴ്ച അത് വീണ്ടും കയറി. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പം ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ചൈന ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങൾക്കുമുള്ള തീരുവ 10% കുറച്ചു. അത് കൂട്ടിയത് 10% അതോ നേരത്തെ ഉണ്ടായിരുന്നത് ഏകീകരിച്ചുകൊണ്ട് 10% എന്ന് പത്രത്തിൽ അത് ക്ലിയറായിട്ട് പറഞ്ഞിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ ചൈന ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഇയാൾ 10% തീരുവ കുറച്ചു 90 ദിവസത്തേക്ക്. അപ്പോൾ അത് കണ്ടുകൊണ്ട് വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും ഇന്ന് ഉണർന്നു. 90 ദിവസത്തേക്കാണ്. ഈ 90 ദിവസത്തിനിടയ്ക്ക് അയാൾ വീണ്ടും താരിഫ് കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് തകരും. അത് കയറുകയും ഇറങ്ങുകയും ചെയ്യും. അതും യാഥാർത്ഥ്യങ്ങളുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അതായത് എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ വേണ്ടിയുള്ള കുറുക്ക് വഴിയുള്ള കുറച്ച് ആൾക്കാരാണ്. അവരുടെ ചിലപ്പം പൈസ പോവും, ചിലപ്പം പൈസ കിട്ടും. അതായത് ചീട്ടുകളി പോലെയാണ്. അല്ലാതെ ഇതിൻ്റെ അകത്തൊന്നും ഈ ശരിക്കും ഒരു ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ ലോകത്തിൻ്റെ എക്കോണമി തകരണമെങ്കിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ യുദ്ധങ്ങൾ സംഭവിക്കുക, മാരക പകർച്ചവ്യാധി രോഗങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡിൻ്റെ സമയത്തൊക്കെ മാർക്കറ്റ് കണ്ടമാനം ഇടിഞ്ഞു. അതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ മാർക്കറ്റ് അത് ഇടിയുന്നത്. അത് പിന്നെ റിക്കവർ ചെയ്യണമെങ്കിൽ അത് ഗ്രാജുവലായിട്ട് റിക്കവർ ചെയ്യുക. പെട്ടെന്ന് ഒരു ദിവസം കയറിയിട്ട് ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം തന്നെ കയറുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലക്ച്വേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേരിയേഷൻസാണ്. അതായത് ഒരാൾ മാർക്കറ്റ് കുറയുന്നു എന്ന് കാണുമ്പോഴത്തേനും ഒരാൾ അയാളുടെ ഷെയർ വിൽക്കാൻ നോക്കും, ഉടനെ മറ്റേ ആൾ അതും കുറഞ്ഞു, എൻ്റെ അങ്ങനെ കൂടുതൽ ആളുകൾ ഷെയർ വിൽക്കുമ്പോഴത്തേനും അതിൻ്റെ മാർക്കറ്റ് ഇടിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതും ഈ ഇന്ത്യൻ എക്കോണമി ആയിട്ടൊന്നും
യാഥാർത്ഥ്യത്തിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല, തനി ചീട്ടുകളി പോലെ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ ബേസ് ചെയ്തതൊന്നും ഇങ്ങനെയാണെങ്കിൽ ഇപ്പം ദീപിക ഈ 8-ാം തീയതിയിൽ കറുത്ത തിങ്കളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഹെഡിങ്ങിലെഴുതി. ഇങ്ങനെയാണ് പിറ്റേ ദിവസം ഇത് മാർക്കറ്റ് റിക്കവർ ചെയ്തല്ലോ, എന്നാലും അതിനെപ്പറ്റി വല്ല വാർത്ത കൊടുക്കും. ഇന്നത്തെ പേപ്പറിലുണ്ട് മാർക്കറ്റ് വീണ്ടും കയറിയെന്ന്. അതിനെപ്പറ്റിയൊക്കെ ചെറുതായിട്ട്, അതായത് ജനങ്ങളുടെ സൈക്കോളജി, അതായത് എല്ലാവർക്കും നെഗറ്റീവ് വാർത്തകൾ കേൾക്കുവാനാണ് താല്പര്യം. അതുകൊണ്ട് അതിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും നെഗറ്റീവ് വാർത്തകൾ ഈ പത്രമാധ്യമങ്ങൾ, ചാനലുകാർ, TV ചാനലുകാർ, ഇവരെല്ലാം ഈ നെഗറ്റീവ് വാർത്തകൾ വരുമ്പോൾ അത് അവർ കൂടുതൽ ബൂസ്റ്റ് ചെയ്യും. പിന്നെ അവർക്ക് താല്പര്യമില്ലാത്ത രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും ആണെങ്കിൽ അവരെ ഒന്നുകൂടെ ഈ അവസരത്തിൽ ഒന്നുകൂടെ ഇട്ട് കുടയും. ഇയാൾ കാരണം ലോകം മുഴുവൻ നശിക്കാൻ പോവുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ ശരിക്കും ഒരു കാര്യം ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയവും അവനവൻ്റെ രാഷ്ട്രീയവും മതവും മാറ്റിവെച്ചുകൊണ്ട് അതിൽ നിന്ന് പുറത്തു കിടക്കും മൂന്നാമതൊരാളായിട്ട് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ഉള്ളൂ യാഥാർത്ഥ്യങ്ങൾ, സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആളുകൾ നോക്കുന്നത് അവൻ ഏത് പാർട്ടിയാണ്, അല്ലെ അവൻ്റെ ജാതി ഏതാണ്, മതം ഏതാണ്, അത് നോക്കിയിട്ടാണ് അതിൻ്റെ താഴെ വന്ന് ചീത്തത്തെറി വിളിക്കുന്നത്, അല്ലെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ആളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആര് പറയുന്നു എന്നല്ല നോക്കേണ്ടത്, അയാൾ എന്ത് പറയുന്നു എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് അതിനെപ്പറ്റി നിഷ്പക്ഷമായിട്ട് നിരീക്ഷിച്ചിട്ട് അയാൾ പറയുന്നത് നല്ല കാര്യമാണ് അതോ ഊളത്തരമാണ്, അതനുസരിച്ച് വേണം കമൻറ്റുകൾ ഇടാൻ. ഏതായാലും സാക്ഷരകാലത്തിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആളൊരു അഭിപ്രായം ഇട്ട് കഴിഞ്ഞാൽ അവൻ്റെ മതവും രാഷ്ട്രീയവും നോക്കിക്കൊണ്ടാണ് താഴെ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണിവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാർത്തകളെന്ന് പറഞ്ഞാൽ ഇതെല്ലാം തനി സ്പെക്കുലേഷനാണ്, ചീട്ടുകളിയാണ്. ഇതിന് എക്കോണമി ആയിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഓക്കെ.